ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാനമ്പാടിയുടെ സ്നേഹഗീതത്തിലേക്ക് സുസ്വാഗതം. 1928 മേരി ജോൺ തോട്ടം കർമ്മലാരാമത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ 1927 ഗീതാവലി എന്ന പ്രഥമ കവിതാ സമാഹാരം പ്രസിദ്ധീകൃതമാവുന്നത്. ഇതിന് ആമുഖമെഴുതിയത് സാക്ഷാൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ചുരുക്കത്തിൽ തൻ്റെ ആത്മീയ ജീവിത ആരംഭത്തിന് മുൻപ് തന്നെ ബെനീഞ്ഞാമ്മ ഒരു കവയത്രി എന്ന നിലയിൽ ലോകസമക്ഷം അംഗീകരിക്കപ്പെട്ടിരുന്നു. ഭൗതികം, ആത്മീയം എന്നീ വേർതിരിവുകൾക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ടാണ് ബെനീഞ്ഞാമ്മ തൻ്റെ കാവ്യയാത്ര സമാരംഭിക്കുന്നത്. ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക്. മലയാളത്തിലെ മിസ്റ്റിക് കാവ്യധാരകളുടെ ഭാഗമായി വായിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ കവയിത്രിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ രചനയ്ക്ക് ഒരു തുറവി ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ അതൊരു വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കന്യാമഠത്തിൻ്റെ ചട്ടക്കൂടും ക്രിസ്ത്യൻ ഇമേജസിനകത്തുള്ള ഒരു ബന്ധനമൊന്നുമായിട്ടല്ല. ഇതൊരു നമ്മളുടെ മലയാളിയുടെ കാവ്യചേതനയുടെ ഒരു ഭാഗമായി സിസ്റ്റർ മേരി ബെനീഞ്ഞയും ഉണ്ടാണ്. അപ്പോൾ അതൊരു തുടർച്ച അതിനകത്തുണ്ട്. കാരണം അവസാനമായി ഒരു കവിയെ നാം വിലയിരുത്തുന്നത് ആ കവി തൻ്റേതായ ഒരു ലോകം സാഹിത്യത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. സിസ്റ്റർ മേരി ബെനീഞ്ഞ തനതായ ഒരു ലോകം സാഹിത്യത്തിൽ അവശേഷിപ്പിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയനെന്തു വരാത്തതീ മഹാവിപിനത്തിൽ ചിരകാലമായി ഞാൻ തനിയെ നിവസിപ്പൂ. രാത്രിയും പകലും മാത്രകളെണ്ണീ വിധം അകലത്തു പിന്നെയും മറയും നാഗിരി തൻ്റെ പിന്നിലായി ദിവസങ്ങൾ കടന്നു പോയിടും. ഇനിയും ഞാൻ തനിയെ വസിക്കയോ. ജീവാത്മ പരമാത്മ ബന്ധത്തിൻ്റെ അനശ്വര പ്രേമലോകത്തെ ദിവ്യാനുഭൂതിയുടെ കാൽപ്പനിക ഭാഷയിൽ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്തു തന്ന ആത്മചന്ദ്രോദയമാണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ. ബെനീഞ്ഞാമ്മയ്ക്ക് ഏതെങ്കിലും ഒരു കവിത എഴുതുവാനുള്ള ഉൾപ്രേരണ കിട്ടിയാൽ ഉടനെ ബെനീഞ്ഞാമ്മ ചാപ്പലിലേക്ക് പോകും. അവിടെ ചെന്ന് ദീർഘസമയം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ആരോടും മിണ്ടാതെ സ്വന്തം മുറിയിൽ വന്ന് കതകടച്ച് ഇരിക്കും. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മൂളിപ്പാട്ട് കേൾക്കാം. ഈ മൂളിപ്പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഒരു കവിത അവിടെ രൂപം കൊള്ളുന്നുണ്ടെന്ന്. ഞങ്ങൾ ഒച്ചയൊന്നും വയ്ക്കാതെ വളരെ ഭവ്യതയോടെ ആ പരിസരത്തൊന്ന് മാറിപ്പോകും. കാരണം ബെനീഞ്ഞാമ്മയെ ശല്യപ്പെടുത്തരുതല്ലോ. അങ്ങനെ പോയി ഞങ്ങൾ വേറെ മറ്റു ജോലികളിലൊക്കെ ഏർപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ബെനീഞ്ഞാമ്മ കവിതയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പുറത്തു വന്നിട്ട് ഞങ്ങളെ വിളിക്കും. ഇങ്ങ് വന്നേ ഒരു സൂത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് ഞങ്ങളെ വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ഓടി വരും. ബെനീഞ്ഞാമ്മ എഴുതിയ പുതിയ കവിത ഞങ്ങളെ കാണിച്ചു തരും. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അതെല്ലാം വായിച്ച് ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കമൻ്റൊക്കെ ചെയ്ത് ബെനീഞ്ഞാമ്മയോട് അഭിനന്ദനമൊക്കെ പറഞ്ഞ് ഒക്കെ ഒരു മേളമൊക്കെ നടത്തി അതങ്ങ് അവസാനിപ്പിക്കും. പിന്നെ എൻ്റെ കൈയക്ഷരം ഒരുമാതിരി നല്ലതായതുകൊണ്ട് ബെനീഞ്ഞാമ്മയ്ക്ക് ഞാനത് പകർത്തി കൊടുക്കുകയും ചെയ്യും. അപ്പം ബെനീഞ്ഞാമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. എത്ര ഞാൻ ആശിക്കുന്നു കുഞ്ഞിളങ്കാറ്റേ നിന്നോടൊത്തു ഞാൻ വരട്ടെയോ കൊണ്ടുപോകുമോ എന്നെ. എഴുത്തിൻ്റെ ആത്മീയ പാരവശ്യത്തെ തെറ്റിദ്ധരിച്ചവരും നസ്രാണി പെൺകുട്ടിക്ക് എന്ത് കവിത എന്ന് ചോദിച്ചവരും പ്രഭാവതിയെ കവിയുടെ സ്വന്തം അനുഭവമെന്ന് കരുതി വിമർശന ശരങ്ങൾ എയ്തവരും ആവനാഴി മടക്കി മെല്ലെ അനുധാവനം ചെയ്തു.
വലിയ സാഹിത്യ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞുമാമി എന്ന ബെനീഞ്ഞാമ്മ കാലാന്തരത്തിൽ വിശ്വസാഹിത്യ നഭസിലെ ഒരു ദിവ്യ നക്ഷത്രമായി പ്രശോഭിച്ചു. അനുസ്യൂത പ്രവാഹമായി എഴുത്തിൻ്റെ 6 പതിറ്റാണ്ടുകൾ. അമ്മ നമുക്ക് സമ്മാനിച്ചത് സമ്പന്നമായ ഒരു കാവ്യപ്രപഞ്ചം. 2 മഹാകാവ്യങ്ങൾ, 10-ൽ പരം ഖണ്ഡകാവ്യങ്ങൾ, 5ഓളം കവിതാ സമാഹാരങ്ങൾ, സമാഹരിക്കപ്പെടാത്ത നിരവധി രചനകൾ. അങ്ങനെ വൈവിധ്യങ്ങളുടെ നിറവിൽ അനുഗ്രഹീതമാണ് അമ്മയുടെ കാവ്യലോകം. ഇതിനെ ദൈവിക പദ്ധതി എന്നല്ലാതെ മറ്റെന്തു വിളിക്കും? സിസ്റ്റർ മേരി ബെനിഞ്ഞയുടെ കവിത ഒരു അന്താരാഷ്ട്ര മാനമുള്ള കവിത തന്നെയാണ്. ഒരു ഇൻ്റർനാഷണലി അല്ലെങ്കിൽ അതിനൊരു യൂണിവേഴ്സൽ ഒരു സ്വഭാവമുണ്ട്. ഈ സ്ത്രീകളാണ് ഏറ്റവും അകളങ്കമായ, തീവ്രവും തീക്ഷ്ണവും ഒക്കെ ആയിട്ടുള്ള, ഒരിക്കലും വിശ്വാസഭംഗം ചെയ്യാത്ത പ്രണയത്തിൻ്റെ ഉടമകൾ സ്ത്രീകളാണെന്നും അവരുടെ ഇത്തരം പ്രണയാനുഭവങ്ങളിന്മേൽ അല്ലെങ്കിൽ അവരുടെ കാമനകളിന്മേൽ ചതി ചെയ്യുന്ന പുരുഷനോടുള്ള ഒരു പ്രതികരണമൊക്കെ ഉള്ള കവിത അവരെഴുതിയിട്ടുണ്ട്. പ്രഭാവതിയൊക്കെ പോലുള്ള കവിതകൾ അത് കാണാൻ സാധിക്കും. അതായത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയിനിയെ എനിക്ക് തോന്നുന്നു മേരി ബെനിഞ്ഞയുടെ കവിതകളിൽ പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ അത്രയും ഒരു വളരെ അടഞ്ഞ ഒരു ആശ്രമത്തിൻ്റെ ഒരു ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അസാധാരണമാംവിധം അടക്കി വെക്കാത്ത ഒരു സ്നേഹകാമനെ അവർ തൻ്റെ വരികൾക്കുള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് തൻ്റെ പ്രാണനാഥനാണ്. എല്ലാ കന്യാമഠങ്ങളിലെ സിസ്റ്റേഴ്സിനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ആർക്കും തങ്ങളുടെ സ്വർഗീയ മനവാളനാണ്. അദ്ദേഹവുമായിട്ട് അച്ചാരം ചെയ്തു. എനിക്കൊന്ന് എവിപ്രാസ്യാമ്മയൊക്കെ എഴുതുന്നുണ്ട്, എൻ്റെ സ്വർഗീയ മനവാളനുമായിട്ട് അച്ചാരം ചെയ്തതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ കരുതുമ്പോഴും അത് താൻ ഇടപെടുന്ന ഒരു ഭൗതിക ലോകവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രണയത്തെ, ആത്മീയതയെ നിരന്തരം അന്വേഷിക്കാൻ സിസ്റ്റർക്ക് കഴിഞ്ഞിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ കുരിശിനോടെന്നൊക്കെ പറയുന്ന കവിത, കുരിശിനോടെന്ന് പറയുന്ന കവിതയിലെ ആ കുരിശിനെ എനിക്ക് തോന്നുന്ന തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഒരു ഭൗതികവും ആത്മീയവുമായ അനുഭവമായി തൻ്റെ ക്രൂശിതനായ മനവാളനെ അനുഭവിക്കുന്ന ഒരു ഫെമിനിനായിട്ടുള്ള ഒരു ചേതന, മനസ്സിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മളൊരു ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അത്തരത്തിലുള്ളൊരു മനോഘടനയിലൂടെ കടന്നു പോയാലേ സാധിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇതിനെ ഒരേപോലെ വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞുറച്ചിരുന്ന വെള്ളി നാണയങ്ങൾ 30 കുറഞ്ഞിടാതെ കയ്യിൽ വന്നു കശ്മലൻ കൃതാർത്ഥനായി. തുറന്ന കണ്ണു പിന്നെയും മിഴിച്ചു നാണയങ്ങളെ പെറുക്കി വെച്ചു നോക്കി നോക്കി നിന്നു പോയി ദുരാഗ്രഹി. ഭൗതിക ലോകത്ത് നിന്നും സന്യാസത്തിന്റെ ആവൃത്തിയിലേക്കുള്ള രൂപാന്തരീകരണം കണ്ണാടി പോലെ നിർമ്മലവും സുതാര്യവുമായിരുന്നു. മലയാള സാഹിത്യത്തിൽ പണ്ടെന്നോ ഉണ്ടായതും പിന്നീട് നഷ്ടമായതിൽ ഖേദിക്കേണ്ടതുമായ ഒരു സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഏകമെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിരൂപമാണ് ബെനീഞ്ഞ കവിത എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് ബെനീഞ്ഞ കവിതകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിതകൾ എപ്പോഴും മലയാള സാഹിത്യത്തിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഭക്തി സാഹിത്യം അല്ലെങ്കിൽ ഭക്ത കവിത എന്ന ഒരു കോളത്തിലാണ്. പുതിയ കാലത്ത് ഈ കവിതകൾ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിതകൾ വായിക്കപ്പെടേണ്ടതാണ്. ഒരു കാലത്ത് ചങ്ങമ്പുഴയുടെ രമണൻ്റെ ഒപ്പവും മഹാകവി കുമാരനാശാൻ്റെ കരുണയുടെ ഒപ്പവുമൊക്കെ വായിക്കപ്പെട്ടിട്ടുള്ള അത്രയേറെ വായനക്കാരുണ്ടായിട്ടുള്ള എഴുത്തുകാരിയാണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ. സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ കവിതാരാമം എന്ന കവിതാ സമാഹാരം അത് പ്രസിദ്ധീകരിക്കപ്പെട്ട കാലങ്ങളിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 82,000 കോപ്പിയൊക്കെ വിറ്റഴിഞ്ഞിട്ടുള്ള കൃതിയാണ്. അപ്പം അത്രയേറെ വായനക്കാർ മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരിയാണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ. ഭാരതധരണിയിലം
ഭായി നാമത്താ ലക്ഷ്മി ഭായി നാമത്താ. 1938 നമ്മുടെ ഏറ്റവും പ്രമുഖരായ നിരൂപകരിൽ ഒരാളായ കേസരി ബാലകൃഷ്ണപിള്ള മലയാളത്തിലെ മിസ്റ്റിക് കാവ്യപ്രസ്ഥാനം എന്നൊരു ലേഖനം എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം മലയാളത്തിൽ മിസ്റ്റിക് കവിത ഉണ്ടായിട്ടേയില്ല എന്നാണ് സമർത്ഥിക്കുന്നത്. സങ്കടകരമായ ഒരു കാര്യം, 1936 അതായത് ഈ ലേഖനം എഴുതുന്നത് 2 വർഷം മുമ്പ് ബെനിഞ്ഞാമ്മയുടെ ആത്മാവിൻ്റെ സ്നേഹഗീത എന്ന് പറയുന്ന സമ്പൂർണ്ണ മിസ്റ്റിക് കാവ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് ബാലകൃഷ്ണപിള്ളയുടെ ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടാണോ, അതല്ല ഒരു വനിത, ക്രൈസ്തവ വനിത എഴുതുന്ന കവിതയിൽ എവിടെ മിസ്റ്റിസിസം വരാനാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനെ അവഗണിച്ച് കളഞ്ഞതാണോ എന്നെനിക്ക് തീർത്ത് പറയാനാവില്ല. എങ്കിലും അങ്ങനെയൊരു സാഹിത്യ ചരിത്ര സന്ദർഭമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ആയുസിന്റെ പുസ്തകത്തിൽ കാവ്യനർത്തകി കാൽച്ചിലമ്പണിഞ്ഞ സൗവർണ സംവത്സരങ്ങൾ നമുക്ക് സമ്മാനിച്ചത് സങ്കല്പാനുഭൂതിയുടെ മഴവില്ലുകളായിരുന്നു. ദേശാഭിമാനം, സമരവീര്യം, സാഹസം, സ്ത്രീശക്തി, പ്രണയം, വിലാപം, പ്രകൃതി, ഭക്തി എന്നിങ്ങനെ ഭിന്നരസഭാവങ്ങളുടെ മയൂര നടനം. കന്യാലയ ഭിത്തികൾക്ക് തടഞ്ഞു നിർത്താനാവാത്ത സർഗതപസ്സിന്റെ മനോവീര്യമാണ് ബെനിഞ്ഞാമ്മയുടെ ദൈവാനുഗ്രഹം. അത് ഭാവനാസമ്പന്നവും. വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെയും ആവിലായിലെ അമ്മ ത്രേസ്യായുടെയും കാവ്യനൊമ്പരങ്ങളെ നെഞ്ചിലാവാഹിച്ച ബെനിഞ്ഞാമ്മ നമ്മുടെ സുഹൃതമല്ലാതെ മറ്റെന്താണ്? ഭാരത മഹാജനപദത്തിനഭിമാന കാരണൻ മഹാത്മജി തെളിഞ്ഞ മണിദീപം വീരപുരുഷാഗ്രണി തൻ്റെ പാവന പദതാരിട തൊഴുന്നു ഞാൻ തൂലികയേന്തും കയ്യാ. വിശ്വാസ സമൂഹത്തിലെ അംഗമായിരിക്കുമ്പോഴും ദേശാഭിമാനത്തിന്റെ കരുത്തും സ്വാതന്ത്ര്യബോധത്തിന്റെ ആവേശവും ബെനിഞ്ഞ കവിതകളിൽ മുഴങ്ങിക്കേട്ടിരുന്നു. അത് ഏത് ഭാരതീയനെയും ഹർഷപുളകിതനാക്കും. ഗീതാഞ്ജലി പോലെ നമ്മെ ഉന്നത ശീർഷരാക്കും. ടാഗോറിൻ്റെ ഗീതാഞ്ജലി മഹത്തായ മിസ്റ്റിക് കാവ്യമാണെന്ന് നമുക്കറിയാം. ആ ഗീതാഞ്ജലി അവസാനിക്കുന്നത് ഞാൻ എൻ്റെ നിത്യ ഭവനത്തിലേക്കുള്ള യാത്ര സമാരംഭിക്കട്ടെ എന്നിടത്ത് അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ബെനിഞ്ഞാമ്മ തൻ്റെ നിത്യഭവനത്തിലേക്കുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിൽ അവിടെ വിരമിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മിസ്റ്റിക് കാവ്യം രചിച്ചു എന്നത് ബെനിഞ്ഞാമ്മയെ മലയാളത്തിലെ ഒരേ ഒരു മിസ്റ്റിക് കവിയാക്കി മാറ്റിയിരിക്കുന്നു എന്നത് നമ്മൾ വളരെ അഭിമാനപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഗീതാഞ്ജലി പോലെ മനോഹരമായ ആത്മാവിൻ്റെ സ്നേഹഗീത എഴുതിയ കവയത്രിയെ തേടി ഒട്ടേറെ അംഗീകാരങ്ങളെത്തി. അതിൽ പരമപ്രധാനം റോമിൽ നിന്നുള്ള ബെനെ മെരേന്തി എന്ന പേപ്പൽ ബഹുമതി തന്നെ. ഒരുപക്ഷെ ജീവിതവും കവിതയും ഒന്നായി കണ്ട വിശ്വസാഹിത്യത്തിലെ സന്യാസിനിയായ ഏക മഹാകവിയാണ് സിസ്റ്റർ മേരി ബെനിഞ്ഞ. എഴുത്തിൻ്റെ തപസമാധി വിട്ട് തൻ്റെ പ്രാണപ്രിയനായ യേശുനാഥൻ്റെ നിത്യജീവനിലേക്ക് ഒരു വാനമ്പാടിയെപ്പോലെ ബെനിഞ്ഞാമ്മ പറന്നകന്നത് 1985 മലയാള ഭാഷയെ ലോകോത്തരമാക്കിയ മിസ്റ്റിക്കിന് കൈരളിയുടെ പ്രണാമം. വിളക്കു ഞാൻ തെളിച്ചുകൊണ്ടിറങ്ങിടുന്നിതാ, വൃഥാ വിളിച്ചിടേണ്ടൊരുത്തരും തിരിഞ്ഞു നോക്കുകില്ല ഞാൻ. തെളിഞ്ഞ രംഗമൊക്കെ വിട്ടകന്നു ദൂരെയെത്തി ഞാൻ ഒളിച്ചിടും സമാധിയിൽ കഴിക്കുമെൻ്റെ ജീവിതം. ഇലഞ്ഞി എന്ന ആ ഗ്രാമത്തിലെ ഒരു ഇലഞ്ഞിപ്പൂവായിട്ട് സുഗന്ധം പരത്തിക്കൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ചെന്നെത്തുവാനായിട്ട് സാധിച്ചതായ വലിയ ഒരു താപസ്വിയാണ് യഥാർത്ഥത്തിലെ സിസ്റ്റർ മേരി ബെനിഞ്ഞ. തൻ്റെ ബാല്യകാലത്തിലെ സാഹിത്യത്തിലെ
ഈ നൈപുണ്യം നേടിയെടുത്തതാണ് എങ്കിൽ പോലും അവൾ തൻ്റെ ജീവിതം തൻ്റെ മണവാളനായ യേശുവിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആ കന്യകാലയത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലകത്തേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് അവൾ വെമ്പൽ കൊണ്ടു. മാത്രമല്ല ആ ജീവിതത്തിൽ അവൾ സംതൃപ്തി കണ്ടെത്തുകയും ആ ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൾ തൻ്റെ സാഹിത്യ സപര്യ പൂർണ്ണമായിട്ട് നിർവഹിക്കുകയും ചെയ്തു. എങ്കിലും ചില ചോദ്യങ്ങൾ ഇന്നും ബാക്കി നിൽക്കുന്നു. ഈ മഹാകവയിത്രിയെ മലയാളക്കര ഇനിയും വേണ്ട വിധം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നവോത്ഥാനം നമുക്ക് സമ്മാനിച്ച ശുഭചിന്തകൾ അയിത്തമായി വീണ്ടും പുനർജനിച്ചോ? ഇതിനുള്ള ഉത്തരമാണ് ഇലഞ്ഞി ഗ്രാമത്തിലെ ഇലഞ്ഞിപ്പൂവ് എന്ന ബെനീഞ്ഞ സ്മാരകം. CMC സിസ്റ്റേഴ്സും ഗ്രാമവാസികളും സംയുക്തമായി ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. 2025 ഫെബ്രുവരി 26 അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഈ സ്മാരകത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചത്. അമ്മയുടെ പൂർണ്ണകായ പ്രതിമയും സൃഷ്ടികളുടെ ഡിജിറ്റൽ ശേഖരവും ഈ മ്യൂസിയത്തെ ലോകോത്തരമാക്കുന്നു. അമ്മയുടെ ജനന ശതോത്തര രജത ജൂബിലി വർഷത്തിൽ ദൈവം സമ്മാനിച്ച ഇലഞ്ഞിപ്പൂവെന്ന ഈ സ്മാരകം ഇനി മലയാളക്കരയോട് സംവദിക്കും. ഇലഞ്ഞിപ്പൂവിൻ്റെ ആത്മീയ ഗന്ധം വിശ്വസാഹിത്യ ചക്രവാളങ്ങളെ സുഗന്ധപൂരിതമാക്കും. ഈ മഹാകവിത്രിയുടെ സ്മരണയ്ക്ക് എല്ലാ വർഷവും ഇലഞ്ഞിയിൽ സിസ്റ്റർ ബെനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ പേരിൽ ആണ്ടുതോറും ഓരോ വർഷം പരിപാടികൾ നടത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബെനീഞ്ഞ കലോത്സവം. ബെനീഞ്ഞാമ്മയുടെ കൃതികളെ അധികരിച്ചുകൊണ്ടുള്ള കലാസൃഷ്ടികളും അതിനോട് ബന്ധപ്പെടുത്താവുന്ന മലയാള ഭാഷയുടെ ഉചിതമായ ചില മത്സര ഇനങ്ങളോട് കൂട്ടിച്ചേർത്ത് 4, 1, 5 ഇനങ്ങളിലായി LP, UP, HS, HSS എന്ന 4 വിഭാഗങ്ങളായി തിരിച്ച് 2 വർഷത്തിലൊരിക്കൽ ഇലഞ്ഞി കേന്ദ്രമാക്കി നടത്തുന്ന ഒരു കലോത്സവമാണ്. ബെനീഞ്ഞാമ്മയുടെ പേരിലാണ് ഈ കലോത്സവം അറിയപ്പെടുന്നത്. സിസ്റ്റർ മേരി ബെനീഞ്ഞയുടെ പേരിൽ ഇലഞ്ഞിയിൽ ഒരു സാംസ്കാരിക സമിതി പ്രവർത്തിക്കുന്നുണ്ട്. 1985 മേരി ബെനീഞ്ഞാമ്മ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഈ സാംസ്കാരിക സമിതി ആരംഭിക്കാൻ സാധിച്ചത്. 2022 ഡിസംബർ മാസം കൂടിയ കലോത്സവത്തിൽ വെച്ചാണ് ബെനീഞ്ഞാമ്മയുടെ പേരിൽ ഒരു അവാർഡ് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയതും പ്രശസ്ത നിരൂപക ആചാര്യനായ ഡോക്ടർ തോമസ് മാത്യു സാറിന് അത് നൽകുകയുമുണ്ടായി. 2 മഹാകാവ്യങ്ങൾ അവരെഴുതി. മാർത്തോമാ വിജയവും ഗാന്ധി ജയന്തിയും. ഭാരതത്തിൽ വന്ന് മാർത്തോമാസിക നടത്തിയ ക്രൈസ്തവ പ്രഘോഷണങ്ങളെക്കുറിച്ച് ഉള്ളതായിരുന്നു. മറ്റത് രാഷ്ട്രപിതാവായ ഗാന്ധിയുടെ ജീവചരിത്രമായിരുന്നു. ഈ 2 മഹാകാവ്യങ്ങൾ എഴുതുന്ന 1971 77 പ്രസിദ്ധീകരിച്ചു. പണ്ട് പാഠപുസ്തകങ്ങളിലൊക്കെ ബെനീഞ്ഞാമ്മയുടെ കവിതകൾ ധാരാളമായിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴ് അത് വളരെ കുറച്ച് ഏതോ ചില കവിതകൾ മാത്രം എവിടെയൊക്കെയോ പഠിക്കപ്പെടുന്നുണ്ടല്ലാതെ വേണ്ടവണ്ണം ഗൗരവത്തോടെ ബെനീഞ്ഞാമ്മയെ പഠിക്കുന്നില്ല. അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആണ്ടുതോറും അനുസ്മരണ യോഗങ്ങൾ നടത്തുന്നു. പുതിയതായി ആരംഭിച്ചിട്ടുള്ള വാനമ്പാടി അവാർഡും പ്രശംസനീയം തന്നെ. സ്കൂളുകളിലും കോളേജുകളിലും പ്രൊവിൻസിലും ഓൺലൈൻ മത്സരങ്ങൾ നടത്തി ബെനീഞ്ഞ കവിതകൾക്ക് സമ്മാനങ്ങൾ നൽകി വരുന്നു. കൂടാതെ ഇലഞ്ഞിയിൽ പുതിയതായി ആരംഭിച്ചിട്ടുള്ള ഇലഞ്ഞിപ്പൂ മ്യൂസിയവും ബെനീഞ്ഞ പ്രതിമയും അമ്മയുടെ മധുരസ്മരണകൾ ഉണർത്തുന്ന കാര്യമാണ്. വൈവിധ്യങ്ങളായ കാവ്യപ്രപഞ്ചങ്ങൾ തീർത്ത് മലയാള മണ്ണിനെ സമ്പന്നമാക്കിയ ബെനീഞ്ഞാമ്മയെ നമുക്ക് എങ്ങനെ വിസ്മരിക്കാനാവും? പെണ്ണെഴുത്തിൻ്റെ ആത്മീയ ആഴങ്ങളിൽ ഇന്നും ജ്വലിക്കുന്ന വജ്രശോഭയാണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ. മലയാളമേ ഉണരൂ, ഈ ഉണർത്തുപാട്ട് ഏറ്റുപാടൂ. സ്വാഗതം കുഞ്ഞിക്ക